അങ്ങോട്ട് ഒരു സ്വന്തം അമ്മൂമ്മേനെ വിളിക്കുന്നതാണ് ബിച്ച്. ആ സ്ത്രീ, ആ വൃത്തികെട്ട സ്ത്രീ ചത്തെങ്കിൽ ഞാൻ ഡാഡിയെ എന്റെ വീട്ടിൽ കൊണ്ട് നിർത്തിയാണ്. എന്റെ ഇന്നലത്തെ ഇതിനെ കുറിച്ചുള്ള വീഡിയോ കണ്ടവർക്കാണെങ്കിൽ കൃത്യമായിട്ട് ഞാൻ അതിന്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട്. ഇത് ഇവിടം കൊണ്ട് അവസാനിക്കും തോന്നുന്നില്ല. ഇനി ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് ഒരു എക്സ്പ്ലനേഷൻ വരും, ഇപ്പുറത്തുനിന്ന് വേറെ ഒരെണ്ണം വരും. ഇവരിത് നാട്ടിച്ച് പണ്ടാറടിക്ക് നശിപ്പിച്ച് ഒരു കോലാക്കും. കാരണം ഇത്രയും നാൾ ഇടയ്ക്കെങ്കിലൊക്കെ ഏറി പോകുന്നുണ്ടെങ്കിലും ഒരു ക്വാളിറ്റി ഓഫ് കണ്ടന്റ് ക്രിയേഷൻ ഉണ്ടായിരുന്നാണ് ഈ കൃഷ്ണ കെ ഫാമിലി യൂട്യൂബേഴ്സ് കെ ഫാമിലീസിന്റെ ഭാഗത്തുനിന്ന് ഒരു ക്വാളിറ്റി ഓഫ് കണ്ടന്റ് ഉണ്ട്. അതായത് ഇതുപോലത്തെ കുടുംബത്തിൽ അടക്കുന്ന ഇതുപോലത്തെ അവരാധങ്ങളും കാര്യങ്ങളും വിളിച്ചു പറയാത്ത രീതിയിലാണ് പൊക്കോണ്ടിരുന്നത്. ബാക്കി കുറെ കാര്യങ്ങൾ ഏറെ കയറുന്നുണ്ടെങ്കിലും അങ്ങനെ പോകുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ഇവിടെ ഞാൻ ഇന്നലെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ തന്വിയുടെ ഭാഗത്തുനിന്ന് അടുത്തൊരു സാധനം വന്നിരിക്കുകയാണ്. ആ വീഡിയോ ഇപ്പൊ ഇല്ല, തന്വിയുടെ ചാനലില്ല, ഡിലീറ്റ് ചെയ്തവര്. ഞാനത് കാലത്ത് കണ്ടപ്പോഴേക്കും അത്യാവശ്യം നല്ല രീതിയിൽ വ്യൂസ് കയറി പോകുന്നുണ്ടായിരുന്നത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ആ വീഡിയോ റിമൂവ് ചെയ്തിട്ടുണ്ട്. അതിന്റെ റീസൺ എന്താന്ന് അവര് തന്നെ വന്നിരുന്നിട്ട് ഒരു മെഡിക്കൽ ഉണ്ടാവില്ല, അല്ലെങ്കിൽ അവര് തന്നെ പറയും എന്താ കാര്യം എന്നുള്ളത്. സി, ഇവിടെ രണ്ട് കൂട്ടരെ ഞാൻ കുറ്റം പറയുന്നുണ്ട്. നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് കിടക്കാം. 1 by 1 ആയിട്ട് തൻവിട്ട കുറച്ച് ഭാഗങ്ങൾ ഞാൻ പലയിടത്തുനിന്നും പല യൂട്യൂബ് ചാനലിലും പലയിടത്തുനിന്നായിട്ട് കട്ട് ചെയ്തെടുത്തത്. കാരണം ഈ സാധനം പോയി. ഞാനൊന്ന് എന്താ പറയാ വയ്യായിരിക്കുന്നു, ത്രോട്ട് ഇൻഫെക്ഷനും കാര്യങ്ങളൊക്കെ ആയിട്ടിരിക്കും. ഒന്ന് റെസ്റ്റ് എടുത്ത് ഒന്ന് കഴിഞ്ഞപ്പോഴേക്കും വീഡിയോ പോയി. എന്തു ചെയ്യൂന്ന് ആലോചിക്കുന്നത്. പിന്നെ എന്തിനാ കഷ്ടപ്പെട്ട് ഇത്രയും വലിയ സാധനമൊക്കെ എടുത്ത് ഇട്ടത്? പറ. സത്യം പറയാലോ, ഞാൻ അമ്മൂമ്മയുടെ കൂടെ വളർന്നത്. അപ്പോൾ ഈ വീട് തൂക്കുന്നതും തുടയ്ക്കുന്നതും ഈ പാത്രങ്ങൾ ഇതെല്ലാം ഈ എല്ലാ കാര്യം അമ്മൂമ്മയാണ് ചെയ്തുകൊണ്ടിരുന്നത്. എന്നെ കിച്ചൺ, എന്നെ അടുക്കളയിൽ എനിക്ക് ആഹാരം വെക്കാൻ അറിയത്തില്ല. നിങ്ങൾ എന്റെ വ്ളോഗ്സ് കണ്ടു കാണും. എല്ലാ വീഡിയോയിലും യോജിയ ഫുഡ് വെക്കുന്നത്. എന്നെ കിച്ചൺ എന്നെ അവരതുപോലെ പൊന്നുപോലെ നോക്കി. ഇപ്പം സ്വന്തമ്മയുടെ ഫാമിലിയിലും എൻ്റെ കസിൻസിനെ ഒന്നും അമ്മൂമ്മ അങ്ങനെ നോക്കിയിട്ടില്ല. എന്നെ നോക്കിയിട്ടുള്ളൂ ബിക്കോസ് എൻ്റെ അമ്മ എന്നെ നോക്കിയിട്ടില്ല. അപ്പോൾ ആഹാര വ്ളോഗിൽ എൻ്റെ അമ്മേനെ കുറിച്ച് പൊക്കി 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 എനിക്കൊന്നും അറിഞ്ഞൂടാ. അവരോട് അങ്ങനെയാണ് പെരുമാറിയത്. ബിക്കോസ് അവർ ഫേമസ് ആണ്, അതുകൊണ്ട് അവരോട് അങ്ങനെയാണ് പെരുമാറുന്നത്. കുഞ്ഞിലേ തൊട്ടേ എന്നെ നമ്മൾ എവിടെയെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ അമ്മൂന് മാത്രമേ ഫേവർ ചെയ്യത്തുണ്ടായിരുന്നുള്ളൂ. എന്നെ ഒരു കാര്യത്തിന് എന്നെ പട്ടിയെ പോലെയാണ് നോക്കിയത്. ഞാൻ എല്ലായിടത്തും എൻ്റെ അമ്മ എന്നെയും കൊണ്ടുപോകാമോ പറഞ്ഞ് കരഞ്ഞ കുട്ടിയാണ് ഞാൻ. എനിക്കറിഞ്ഞൂടെ, എൻ്റെ കാര്യം പോലെ അല്ലല്ലോ അവ ബാക്കിയുള്ളവരോട് പെരുമാറുന്നത്. കല്യാണം എത്രയോ പേര് ഞാൻ ക്യാൻറ്റീനിൽ കണ്ടിട്ടുണ്ട്. കല്യാണം കഴിഞ്ഞവർ, ആ കല്യാണം കഴിഞ്ഞവർ എന്ന് വെച്ചാൽ കൊച്ചുങ്ങൾ മൂന്നും ഇപ്പം ഞാൻ സ്റ്റെപ്പ് കൊച്ചായിട്ട് വന്നാൽ പോലും. ഇത് തൻവിയുടെ അമ്മേനെ കുറിച്ചാണ് ഇതിന്റെ അകത്ത് പറഞ്ഞു തുടങ്ങുന്ന ഒരു ഭാഗത്തിലുള്ളത്. അതായത് തൻവിയുടെ അമ്മ രണ്ടാമത് കല്യാണം കഴിച്ചു പോയതാണ്. ഈ തൻവിയായിട്ട് യാതൊരു വിധ ടച്ചും ഇല്ല, കോണ്ടാക്റ്റും ഇല്ല, ഇവരെ നോക്കുന്നില്ല, തിരിഞ്ഞു നോക്കുന്നില്ല എന്നുള്ളൊരു കാര്യം കൂടി ഇതിന്റെ അകത്തേക്ക് ഇപ്പൊ ഇവര് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതൊന്നും പറഞ്ഞിട്ട് ഇതൊന്നും ഈ പിക്ചറിൽ ഇല്ലായിരുന്നു, ഇപ്പൊ നിലവിൽ ചർച്ചയിൽ ഇല്ലായിരുന്നു. ഇവര് വന്നിരുന്നിട്ട് ഈ വിഷയങ്ങൾ വന്നു. അത് കണക്ട് ചെയ്യുന്നത് അഹാനെ കേട്ടാണ്. അതായത് അഹാന കേട്ടാണ് ഇവര് കൂടുതൽ അടുപ്പം എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്ത് പറയാൻ വേണ്ടിയാണെങ്കിൽ പോലും ആ ഒരു വിഷയം കൂടി ഇതിന്റെ അകത്തേക്ക് കൊണ്ടുവന്ന് ഇട്ടു. ഞാൻ അത് ഇതിനകത്ത് വെക്കുന്നില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ കോൺട്രവേഴ്സി മാത്രം ചർച്ച ചെയ്ത് പോകുന്നുള്ളൂ. ആ ചർച്ച ചെയ്യേണ്ടത് എന്തുകൊണ്ടാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. നിങ്ങളിപ്പോ പലരും വന്ന് കമന്റ് ഇടുന്നുണ്ടാവും, വല്ലവന്റെയും വീട്ടിൽ കിടക്കണ കാര്യം നീ എന്തിനാണ് നോക്കണേ, വല്ലവന്റെ പച്ചിറച്ചി തിന്നണം എന്തിനാണ്. ആക്ച്വലി ഞാൻ പച്ചിറച്ചി തിന്നാറില്ല, ഞാൻ വേവിച്ചിട്ട് തിന്നാറുള്ളൂ, കുക്ക് ചെയ്തിട്ട് ഞാൻ കഴിക്കാറുള്ളൂ. അപ്പൊ ആ ഒരു കമന്റ് എന്തായാലും ആവശ്യമില്ല. പിന്നെ വല്ലവന്റെ വീട്ടിലടക്കണം, ഈ വല്ലവന്റെ വീട്ടിലടക്കുന്ന സാധനം ഇവർ പബ്ലിക്കായിട്ട് വീഡിയോ ഇടുകയാണ്. യൂട്യൂബ് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ പബ്ലിക്കായിട്ട് വീഡിയോ ഇടുക. ഇതിൽ ഈ പറഞ്ഞ എല്ലാവരും പോയി കമന്റ് ചെയ്യുന്നുണ്ട്. കമന്റ് ചെയ്യാത്തവര് അല്ലെങ്കിൽ ആ വീഡിയോ കാണാത്തവര് ഈ വീഡിയോ ഒന്ന് കാണണ്ടയോ അല്ലെങ്കിൽ ഇതിന്റെ അത് സംസാരിക്കേണ്ടയോ കാര്യമില്ല. ഫൈൻ, അതിൽ പോയി കമന്റ് ചെയ്യുകയും ചെയ്യും, അതിന്റെ അകത്ത് പോയി കണവണ പറയുകയും ചെയ്യും, ഇവിടെ വന്ന് പറയുകയും ചെയ്യും. ആ ഒരു നിലപാട് ആദ്യം മാറ്റുക. ഓക്കെ, ഇത് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനത്തെ സാധനങ്ങൾ വരുമ്പോൾ നമ്മൾ ഇതുപോലെ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്നവർ അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേറ്റീവ് വീഡിയോസ് ചെയ്യുന്നവർ, ഞാൻ എന്റെ ഇൻസ്റ്റയിലാണെങ്കിൽ ഇൻവെസ്റ്റിഗേറ്റീവ് വീഡിയോസ് ഒക്കെ കുറെ ചെയ്യാറുണ്ട് കേട്ടോ. യൂട്യൂബിലേക്ക് അധികം വന്നിട്ടില്ല. മേ ബി ലൈറ്റർ ഓൺ നമുക്ക് അതൊക്കെ ആഡ് ചെയ്ത് കുറച്ചും കൂടി കളർഫുൾ ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ ഇതിന്റെ അകത്ത്, കളർഫുൾ മീൻസ് കുറച്ചും കൂടി അടിപൊളിയായിട്ടുള്ള സാധനങ്ങളൊക്കെ ഇതിന്റെ അത് ഈ പുതിയ ചാനലിലേക്ക് ആഡ് ഓൺ ചെയ്യാൻ വേണ്ടിയുള്ള പ്ലാനിലുണ്ട്. അതിന്റെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. കുറച്ച് ടൈം എടുക്കും. ലൈക്ക് ഒരു 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 കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ളതാണോ എനിക്കറിയില്ല, എന്നാലും ഒരു അത്യാവശ്യം നല്ലൊരു തട്ടിപ്പ് പിടിക്കുന്ന ഒരു സാധനം നമ്മൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് വരട്ടെ. അത് കുറച്ച് സമയം എടുക്കുന്ന ഒരു പരിപാടി. പെട്ടെന്ന് എടുക്കുന്ന ഒരു തീരുമാനം, പെട്ടെന്ന് എടുക്കേണ്ട ഒരു തീരുമാനമല്ല. ശരിയാണ്. അപ്പോൾ ബാക്ക് ടു ഈ ഒരു ടോപ്പിക്കിലേക്ക് വരികയാണെങ്കിൽ, ഇതുപോലത്തെ കോണ്ടന്റ്സ് വരുമ്പോൾ എന്തിടാൻ പാടില്ല എന്നുള്ളത് എഡ്യൂക്കേറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളത് നമ്മുടെ ഒരു ചുമതലയാണ്. റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന, അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പൊ ന്യൂസ് ചാനൽ ചെയ്യുന്ന ഇതുപോലത്തെ ഒരു മനോരമ ന്യൂസ്, മാതൃഭൂമി ന്യൂസ്, ഏത് ന്യൂസിൽ വരെ വന്നു ഈ ഒരു വിഷയം. അപ്പൊ നിങ്ങൾക്ക് അവിടെ പോയി ചോദിച്ചൂടെ, നീയൊക്കെ എന്തിനാണ് വല്ലവന്റെ കാര്യം അന്വേഷിക്കണേ, ന്യൂസ് റിപ്പോർട്ട് ചെയ്താൽ പോലും. സോ ഇത് അത്രയും വേറൊരു ലെവലിലേക്ക് ഇത് പോയി. അതായത് ഒരു കുടുംബത്തിൽ നടക്കുന്ന ചെറിയ കാര്യങ്ങൾ തൊട്ട് വലിയ കാര്യങ്ങൾ വരെ പബ്ലിക്കായിട്ട് ഇവരെ പോലുള്ള തണുപ്പ് പനി പിടിച്ച് അതിന്റെ ഇടയിൽ ഞാൻ എഴുതിയിട്ടിരിക്കും. ഇവർ പോലുള്ള ആൾക്കാർ ഇവരെ പബ്ലിക്കലി ഇടുമ്പോൾ അത് സൊസൈറ്റിക്ക് ഒരു റോങ് മെസ്സേജ് ആണ്. ഫൈൻ, അതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത്. ഇതിൽ ആ ഒരു വയസ്സായ ഒരു അമ്മൂമ്മേനെ വരെ ഇവർ വലിച്ചയച്ചത്. ഞാൻ ആദ്യം ഇട്ട വീഡിയോ തന്നെ ഞാൻ പറഞ്ഞു, ആ വീഡിയോ കോളിന്റെ ഒരു കാര്യങ്ങളൊക്കെ വളരെ അൺവാണ്ടഡ് ആയിരുന്നു. അതൊന്നും ഇതിനകത്തൊക്കെ ആഡ് ചെയ്ത് ഇങ്ങനെ ഈ ഒരു ലെവലിലേക്ക് പോകണ്ട. തൻവിയാണ് ആക്ച്വലി തുടങ്ങി വെച്ചത്. തൻവിക്ക് എന്തോ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് ഈ കാര്യങ്ങളൊക്കെ അതിൻ്റെ അകത്ത് വന്ന്
പിന്നെ അത് ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് ഏറ്റെടുത്തു. അമ്മയും അവർ തമ്മിൽ അടിച്ച് പിരിഞ്ഞു. അവർ നോക്കത്തില്ല എന്ന് പറഞ്ഞ് ഞാനും പറഞ്ഞു ഓക്കെ എങ്കിൽ നിങ്ങൾ നോക്കണ്ട, എന്നെ നോക്കിയവരല്ലേ, ഞാൻ വന്ന് നോക്കിക്കോളാം. ഇത്രയും നടന്നുള്ള സംഭവം. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു മാലാകാണെന്നും അതെല്ലാം ഇല്ലെന്ന് പറയുന്ന ആള് ആദ്യം അവർ ചെയ്ത ചാറ്റും കാര്യങ്ങളും മറക്കാതെ എല്ലാ സ്ക്രീൻഷോട്ടും കാര്യങ്ങളും എൻ്റെ കയ്യിലുണ്ട്. ആദ്യം അവരത് ഓർത്തിട്ട് വേണം ചെയ്യാൻ. അല്ലാതെ അവർ നല്ലവരാണെന്നോ സ്വന്തം അമ്മൂമ്മ എത്ര പ്രശ്നമാവട്ടെ അങ്ങോട്ട് ഒരു സ്വന്തം അമ്മൂമ്മേനെ വിളിക്കുന്നതാണ് ബിച്ച് ബിച്ച് കുഞ്ഞിനെ. ബെസ്റ്റ് ഷഹാനയൊക്കെ വിളിച്ചു എന്നാ പറഞ്ഞ സ്വന്തം അമ്മൂമ്മേന. സി അവരെ ഞാൻ ഇന്നലെയും പറഞ്ഞ കേസ് ഇതാ, അവരെന്ത് വയസ്സായ സ്ത്രീ എന്ത് മോശമായിട്ട് പറഞ്ഞെന്നോ ആയിക്കോട്ടെ, അതേ ലെവലിൽ തന്നെ തിരിച്ചു പറയണോ? ഇപ്പൊ ആഹാന ഇങ്ങനെ തിരിച്ചു പറഞ്ഞു എന്നൊക്കെ ഉള്ള സാധനങ്ങളൊക്കെ തെളിവടക്കം അവരിൽ ഉണ്ട് എന്ന് പറയുമ്പോൾ ഞാൻ കാണിച്ചിട്ട് ഈ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്നവർ ഇപ്പൊ എന്നെ പോലെയൊക്കെ കുറച്ച് റെസ്പെക്ട്ഫുൾ ആയിട്ട് നല്ല രീതിയിൽ ചെയ്യുന്നവരുണ്ട്. വളരെ പറ്റേ മോശമായിട്ട് വൃത്തിയായിട്ടും വിളിച്ചു വന്ന് തെറിയും പറഞ്ഞ് തമ്മിലൊക്കെ അങ്ങനെ ഇടുന്ന ആൾക്കാർ ഉൾപ്പെടെയൊക്കെ ഉണ്ട്. അപ്പോ ആഹാന അത് കാണുമ്പോൾ അവർക്കെതിരെ അതുപോലെ വീഡിയോ ചെയ്യാറുണ്ടോ? നീ ഏതാടാ പാടാ എന്നൊക്കെ പറഞ്ഞു. ഇല്ലല്ലോ. നിങ്ങളുടെ ലെവലിൽ താഴാണ്ട് നിങ്ങൾ പബ്ലിക്കിന്റെ മുമ്പിൽ നിങ്ങളെ ഷോക്കേസ് ചെയ്ത് കാണിക്കുന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ ഫുൾ ഫാമിലിയുള്ള എല്ലാവരും ഷോക്കേസ് ചെയ്ത് കാണിക്കുന്ന ഒരു ക്യാൻവാസ് എന്താ? പെർഫെക്റ്റ്, എഡ്യൂക്കേറ്റഡ്, എക്സ്പീരിയൻസ്ഡ്, പ്രൊഫഷണൽ, ഈ ഒരു രീതിയിലാണ്. നിങ്ങളുടെ ഒരു വേറെ വേർഷനാണ് ഇവര് വന്നിരുന്ന് പറയുന്നത്. നിങ്ങൾ തിരിച്ചടിക്കുന്നുണ്ട്, ശരിയാണ്. അഹാനും അല്ലെങ്കിൽ ആ ഫാമിലി ഫുള്ള് തിരിച്ചടിക്കുന്നുണ്ട്. ഇപ്പൊ വീഡിയോസ് ഒക്കെ ഡിലീറ്റ് ചെയ്തു. അഹാനയുടെ ചാനലിൽ വീഡിയോ ഇല്ല, തൻവിയുടെ ചാനലിൽ വീഡിയോസ് ഒന്നുമില്ല, ഒക്കെ ഡിലീറ്റ് ചെയ്തു. അത് ഇവരെ സംസാരിച്ച് തീർക്കുന്നു. ആരോന്നോ ഇനിയിപ്പോ സംഭവിക്കാൻ പോണത് ഈ വീഡിയോ ചെയ്യുന്നവർക്കെതിരെ കേസ് കൊടുക്കാൻ വേണ്ടി. നിങ്ങളൊക്കെ കൂടി ഇത് പബ്ലിക്കിൽ വന്നിട്ട് ആൾക്കാർക്ക് റോങ് മെസ്സേജ് കൊടുത്ത് ഇനി ഇതുപോലെ വല്ല വ്ളോഗേഴ്സ് ഉണ്ടെങ്കിൽ റീച്ച് ആവാൻ വേണ്ടി ചിലപ്പോൾ ഇതുപോലത്തെ വിഷയങ്ങളൊക്കെ എടുത്തിട്ട് വീഡിയോ ചെയ്യാൻ തുടങ്ങും. അത് സൊസൈറ്റിക്ക് ഡേഞ്ചറാണ്. അതുകൊണ്ട് മാത്രം ആ ഒരു സോഷ്യൽ കൺസേണിന്റെ പേരിൽ മാത്രമാണ് ഞങ്ങൾ വീഡിയോ ചെയ്യുന്നത്. അപ്പൊ അത് ഒന്ന് റെസ്പെക്ട് ചെയ്യുക. നിങ്ങൾ തന്നെ പബ്ലിക്കിൽ കൊണ്ടുവന്നിട്ട് നിങ്ങൾക്ക് എന്തും ചെയ്യാം, നിങ്ങൾക്ക് എന്തും പറയാം, ബാക്കിയുള്ളവരൊന്നും മിണ്ടാണ്ട് ഇത് കണ്ടുകൊണ്ട് പൊക്കോണം എന്നുള്ള സെറ്റപ്പ് ആണെങ്കിൽ സ്വന്തമായിട്ടൊരു പ്ലാറ്റ്ഫോം തുടങ്ങാം. അങ്ങനത്തെ പ്ലാറ്റ്ഫോം തുടങ്ങാനൊക്കെ പറ്റും. വീഡിയോ ഇടാൻ വേണ്ടി അതിൻ്റെ അകത്ത് കൊണ്ടുവന്ന് വീഡിയോ ഇട്ടോ, ആരും ഒന്നും പറയേണ്ട കാര്യമില്ലല്ലോ. ഇതൊക്കെയാണ് ഇവരുടെയൊക്കെ ഒരു ഇത്. ഇപ്പൊ സ്വന്തം അമ്മൂമ്മേനെ ഇങ്ങനെ വിളിച്ചു എന്നൊക്കെ പറയുമ്പോഴേക്കും വളരെ മോശം കേട്ടോ. അവരങ്ങനെ വിളിച്ചിട്ട് എനിക്ക് തെളിവുണ്ടെന്നുള്ള പറഞ്ഞേ. വളരെ മോശം പരിപാടിയാണ്. എന്തായാലും ഒരു വയസ്സായ സ്ത്രീയല്ലേ, അവര് എന്തൊക്കെ ചെയ്യുന്നു പറഞ്ഞാലും ഇങ്ങനെയൊക്കെയാണോ തിരിച്ചു കയറി വിളിക്കണ്ടേ? ആനടുത്തൊന്നും ഇത്ര മോശമായിട്ടുള്ള പ്രതീക്ഷിച്ചില്ല. ഇനി അമ്മൂമ്മ പറയുന്ന കുറെ കാര്യങ്ങളുണ്ട്. ഇത് വിളിച്ച് നമ്മൾ ഇവരെ അമ്മൂമ്മ എന്നാണല്ലോ വിളിക്കണേ. എന്റെ മക്കള് എന്നെ അമ്മ എന്നെ കാനഡ വിളിച്ചു വരുത്തിയത് എന്തിനാണ് എന്ന് പറ. കാനഡയിൽ നിന്ന് ആ കൊച്ചിനെ ഞാൻ വിളിച്ചു വരുത്തിയത് സത്യത്തിൽ എന്നെ നോക്കാൻ ആരുമില്ല, ആരും ഇല്ലാത്തതുകൊണ്ട് തന്നെയാണ് ഞാൻ വിളിച്ചു വരുത്തിയത്. ഞാൻ വിളിച്ചിട്ട് തന്നെയാണ് ആ കൊച്ചു വന്നത്. അതിൻ്റെ അപ്പൂപ്പൻ മരിക്കുന്നതിന് മുമ്പേ അതിൻ്റെ അപ്പൂപ്പനെ പറഞ്ഞു, മക്കളെ നീ ഇഞ്ഞു വാ, ഞങ്ങളെ രണ്ടുപേരെയും നോക്കണം, നീ ഇഞ്ഞു വാ, നീ ഇഞ്ഞു. പക്ഷെ അപ്പൂപ്പന്റെ കാര്യങ്ങൾ അവർ നോക്കുന്നുണ്ടായിരുന്നല്ലോ. എൻ്റെ ഭർത്താവിൻ്റെ കാര്യങ്ങൾ സിന്ധു നോക്കുമായിരുന്നു, പക്ഷേ എൻ്റെ ഒരു കാര്യം അവൾ നോക്കാറില്ല. അമ്മൂമ്മേനെ കുറെ വർഷങ്ങൾ നോക്കി. എന്നെ വർഷങ്ങൾക്ക് മുമ്പ് നോക്കിയിട്ടുണ്ട്. വർഷങ്ങൾക്കെന്ന് വെച്ചാൽ ഒരു ഒരു 3 കൊല്ലത്തിന് മുമ്പ് വരെ എന്നെ ശരിക്കും നോക്കിയിട്ടുണ്ട്. പക്ഷെ അതിനുശേഷം എന്നെ നോക്കാറില്ല. അത് കാരണം എന്താണെന്ന് എനിക്കറിയില്ല. എൻ്റെ ഒരു സ്വഭാവത്തിന് എന്നെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ തിരിച്ചു പറഞ്ഞാൽ അതെൻ്റെ ഒരു സ്വഭാവമാണ്. അത് ഞാൻ പറയും, അത് ഞാൻ അറിയാതെ പറഞ്ഞു പോകണം. ഇതിൽ അമ്മൂമ്മേനെ പറയുന്ന അമ്മൂമ്മ കൊച്ചുമോളോടൊന്നും പറയാൻ പാടില്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതങ്ങനെ പറയാനുള്ള റീസൺ എന്താണ്? അവരുടെ ഒരു ബേസിക് ക്യാരക്ടർ അവര് തന്നെ സമ്മതിക്കുന്നുണ്ട്, പറയുന്നുണ്ട്. ഇങ്ങോട്ട് പറഞ്ഞാൽ തിരിച്ച് അവരും പറയും. അപ്പൊ നമ്മൾ ഈ പലരും ഉണ്ട്, ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ തിരിച്ചും പറയും. അത് വയസ്സാവും തോറും ആ ഒരു ക്യാരക്ടർ വളരെ മോശമാവുള്ളൂ. അതങ്ങനെയാണ് പ്രായമായ ആൾക്കാർ. കുട്ടികള് വാശി കാണിച്ചിട്ട് ചിലപ്പോൾ നമ്മൾ വല്ലയിടത്തും എന്റെ അനിയമ്പുള്ളൊക്കെ അടിയിട്ടുണ്ട്. എന്റെ പെങ്ങടെ കൊച്ചിൻ്റെത്, ഇത്താത്തയുടെ കൊച്ചിൻ്റെത്. അവൻ കിടന്നുറങ്ങുന്ന സമയത്ത് റിമോട്ട് വെച്ച് തലക്കിട്ട് ഒരറ്റടി. അവൻ കയറി തിരിച്ച് ആ കൊച്ചിനെ അടിക്കാൻ പറ്റുമോ? അല്ലെ എനിക്ക് കിട്ടിയിട്ടുണ്ട് അടി, എനിക്ക് തിരിച്ചടിക്കാൻ പറ്റുമോ? ഇത് തന്നെയാണ് ഇവര് ഇവിടെ നടക്കുന്നത്. പ്രായമാകുമ്പോൾ അവരുടെയൊക്കെ ക്യാരക്ടർ ചൈൽഡിഷ് ആയി മാറും. ഇപ്പൊ ഈ അമ്മൂമ്മയുടെ പല സംസാരത്തിനും എനിക്കത് വളരെ എവിഡന്റ് ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അവരെ പ്രായമായതിന്റെ ആ ഒരു ക്യാരക്ടർ ചേഞ്ച് അവരിൽ വിസിബിൾ ആണെന്നുള്ളത്. ഇവര് എപ്പോഴെപ്പോഴും പറയുന്ന ഒരു സാധനം, എന്നെ നോക്കാൻ ആരുമില്ല, എനിക്ക് ആരുമില്ല. ഇത് പല വയസ്സായവരും പറയുന്ന, അതായത് നമ്മുടെയൊക്കെ വീട്ടിലുള്ള അമ്മൂമ്മമാര് ഒക്കെ അമ്മൂമ്മമാര് എസ്പെഷ്യലി ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു നല്ല പ്രായമൊക്കെ ആകുമ്പോഴേക്കും മക്കളും അല്ലെങ്കിൽ മരുമക്കളായിരിക്കും കൂടെ ഒക്കെ ഉണ്ടെങ്കിലും അപ്പുറത്തെ വീട്ടുകാരുടെ അടുത്ത് എന്നെ നോക്കണല്ല എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ട്, കേട്ടിട്ടില്ലേ? അതിന്റെ ഒരു ലൈറ്റർ വേർഷൻ, വേറെ രീതിയിലുള്ള സാധനം. പിന്നെ ഇവരുടെ ഇടയിൽ ഓൾറെഡി പ്രശ്നങ്ങളും ഉണ്ട്. അതെല്ലാം കൂടി വെച്ചിട്ടാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കഷ്ടം. എന്തായാലും അമ്മു എന്നെ എടി അവളെ ഇവളെ എന്ന് പറഞ്ഞാൽ അതൊന്നും എനിക്ക് പറയാൻ വയ്യ. അമ്മു എന്നെ എങ്കിൽ പിന്നെ എനിക്ക് ഓസിയെ ഇഷാനെയും ഹൻസിയേനെയും പറഞ്ഞൂടെ? അവരാരും എന്നെ ഒന്നും പറഞ്ഞിട്ടില്ല. ഈ അമ്മു മാത്രമേ എന്നെ ഇങ്ങനെയെല്ലാം പറഞ്ഞിട്ടുള്ളൂ. അമ്മു പറഞ്ഞിട്ടുള്ള വാചകങ്ങൾ ഇതിൽ ഞാൻ ഈ വാട്സപ്പിൽ ഞാൻ വായിച്ചു കേൾപ്പിച്ചുതരാം. അമ്മു പറഞ്ഞതാണ്, ഇനി എനിക്ക് ഒരമ്മൂമ്മ, അത് അപ്പച്ചി വസന്ത ഇനി എൻ്റെ ജീവിതത്തിലില്ല. ഇനി നിനക്ക് എനിക്ക് മെസ്സേജ് അയക്കാനും സാധിക്കില്ല. ഞാൻ നിന്നെ ബ്ലോക്ക് ചെയ്യുന്നു. അതൊന്ന്. അയ്യേ, അത് ആന അയച്ച മെസ്സേജുകൾ വായിക്കുന്നേ. ആന ഇതിന്റെ അകത്തൊരു കാര്യം അവര് പറയുന്നുണ്ട്, അയച്ച മെസ്സേജ് ഒക്കെ ഡിലീറ്റ് ചെയ്ത് കളയാം. ഈ അമ്മൂമ്മയുടെ ഫോണിലൊക്കെ എന്റെ പേരിൽ അവരതൊക്കെ ഡിലീറ്റ് ചെയ്ത് കളയാം.
അവർക്ക് ചിലപ്പോൾ ഫോൺ അങ്ങനെ കാര്യമായിട്ട് ഉപയോഗിക്കാൻ അറിയണ്ട എന്നാ ആലോചിച്ചു നീ എടി എന്നുള്ള രീതിയിലൊക്കെ അങ്ങോട്ട് അവരെന്തോ തിരിച്ചു വിളിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ കിടന്ന ഒരു അമ്മൂമ്മേന, അതായത് സ്വന്തം അമ്മയുടെ അമ്മേന, ഒരേ ജീന. ഇനി ഇതിലെ ഏറ്റവും വലിയ കോമഡി എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ സിന്ധു കൃഷ്ണ എന്ന് പറഞ്ഞാൽ, സിന്ധു കൃഷ്ണ എന്ന് വിളിക്കാൻ നമുക്ക് കുഴപ്പമില്ല, കാര്യം ദിയ കൃഷ്ണ എന്ന് പറഞ്ഞേക്കണത് അവരങ്ങനെ വിളിച്ചാൽ മതി എന്നാണ്. അപ്പൊ സിന്ധു കൃഷ്ണ നാളെ വയസ്സായി നല്ലൊരു പ്രായമൊക്കെ അവരുടെ ഒരു മെന്റൽ സ്റ്റേറ്റ് ഒക്കെ മാറി ക്യാരക്ടർ ചേഞ്ച് വരുന്ന സമയത്ത് ഇതുപോലെ പെരുമാറുമ്പോൾ എന്ത് ചെയ്യും നിങ്ങൾ? അതൊരു ചോദ്യമാണ്. സെയിം എന്താ പറയാ അമ്മയുടെ മക്കൾ തന്നെയാണ്. അപ്പൊ ആ ഒരു ഇത് എല്ലാവർക്കും കിട്ടും ഒരു സാധനമൊക്കെ. എന്തോന്നടേന് ഒക്കെ ഇത്ര സൊസൈറ്റിയിൽ ഇത്ര അടിപൊളിയായിട്ട് എന്ന് പറഞ്ഞ് ജീവിക്കുന്ന ആൾക്കാരുടെ ഭാഗത്തുനിന്ന് നിങ്ങളെയൊക്കെ ഇഷ്ടപ്പെടുന്ന, അല്ലെങ്കിൽ നിങ്ങളൊക്കെ ഫോളോ ചെയ്യുന്ന, നിങ്ങളൊക്കെ ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യുന്ന, നിങ്ങളെ പോലെയൊക്കെ ആവാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, എസ്പെഷ്യലി സ്ത്രീകൾ, സീരിയൽ ഓഡിയൻസ് അങ്ങനെയും പറയാം. അവരുടെ ഉള്ളിലേക്ക് എന്തോ ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ. അത് കഴിഞ്ഞ് നിനക്ക് എന്നും രാവിലെ കേൾക്കാൻ ഒരു അതിമനോഹരമായ പാട്ട്, ഇത് നാട്ടുകാർ കേട്ടാൽ നിന്നെ ചൂല് വെച്ചടിക്കും, അത് ഓർത്തു വെച്ചോ. വൃത്തികെട്ട സ്ത്രീയെ, നിന്റെ എല്ലാ ബന്ധുക്കൾക്കും ഓരോ കോപ്പി വീതം അയച്ചിട്ടുണ്ട്, എല്ലാവരും കേൾക്കട്ടെ നിന്റെ പാട്ട്. ഇതൊക്കെയാണ് എനിക്കിപ്പോൾ ലാസ്റ്റ് അയച്ചത്. പിന്നെ ഇത് ഇത്രയേ ഉള്ളൂ. മറ്റത് എന്തെല്ലാം എടി വസന്തേ, എടി എടി അതെ ഇതേ പിന്നെ എന്താ അതൊക്കെ. എന്നിട്ട് അവർ ചെയ്യുന്നതെന്ന് വെച്ചാൽ മെസ്സേജ് ഡിലീറ്റ് ചെയ്ത് കളയും. ഇത് കണ്ടോ നിങ്ങൾ? അങ്ങനെ മെസ്സേജുകൾ അയച്ചതിന് ശേഷം ഡിലീറ്റ് ചെയ്യും. കാരണം അമ്മൂമ്മയ്ക്ക് അങ്ങോട്ട് അയക്കുന്നുള്ള കാര്യങ്ങൾ അമ്മൂമ്മയ്ക്ക് ഡിലീറ്റ് ചെയ്യാൻ അറിഞ്ഞൂടാ. എനിക്കിതൊന്നും അറിഞ്ഞൂടാത്തോണ്ട് എനിക്ക് അവരയക്കണേന് അവരൊരു ഓഡിയോ അയച്ചത് വരെ അവരിങ്ങനെ ഡിലീറ്റ് ചെയ്യും. കാരണം അമ്മൂമ്മയ്ക്ക് അത് എടുത്തൊന്നും ചെയ്യാൻ അറിയത്തില്ല. അമ്മൂമ്മ അങ്ങോട്ട് അയക്കുന്നതുണ്ട്, ഇങ്ങോട്ട് അയക്കുന്നത് ഇല്ല. അപ്പം അവരിതുപോലെ എന്നെ എന്തെങ്കിലും പറഞ്ഞെങ്കിൽ മാത്രമേ ഞാൻ തിരിച്ചു പറഞ്ഞിട്ടുള്ളൂ. എന്നെ പറയാതെ അമ്മ ചുമ്മാ ഇരുന്ന് എന്നെ വിളിച്ചാണ് എന്നെ തെറി വിളിക്കാൻ തുടങ്ങിയത്. അങ്ങനെയാണ് ഞാൻ അമ്മൂനെ തെറി വിളിച്ചത്. ഞാൻ വിളിച്ചില്ലെന്ന് പറയുന്നില്ല, പക്ഷേ ചുമ്മാ ഇരുന്ന് എന്നെ വിളിച്ച് അവൾ തെറി പറഞ്ഞതുകൊണ്ടാണ് ഞാൻ തെറി പറഞ്ഞത്, ഞാൻ പറയില്ല. എന്നിട്ട് അവർ പറയുന്ന അമ്മൂമ്മ അപ്പൂപ്പനെ നോക്കാൻ സമ്മതിച്ചില്ലെന്നും അപ്പൂപ്പന്റെ മൂക്കുന്ന രക്തം വന്നു, ഇതൊക്കെ ഞാൻ ഇവിടെ ഇല്ലെന്ന് എനിക്കറിയത്തില്ല. അത് അവരെ മൂക്കുന്ന രക്തം വന്നൊക്കെ വെറുതെ ചുമ്മാ പറഞ്ഞ മൂക്കങ്ങനെ മുറിഞ്ഞ രക്തം വന്നെങ്കിലേ ഉള്ളൂ, അല്ലാതെ മൂക്കുന്നവർക്ക് വേറെ തരത്തിൽ ഒന്നും രക്തം വന്നില്ല. എന്നിട്ട് അമ്മൂമ്മ ഹോം നഴ്സിനെ വെളിയിൽ നിർത്തിയെന്നാ അങ്ങനെ എന്തൊക്കെ തെറിയും പറഞ്ഞുകൊണ്ട് പോയ ഹോം നഴ്സിനെ. കാരണം ഏത് ഹോം നഴ്സ് ഇവിടെ വന്നാലും ഹോം നഴ്സിനോട് ഏജൻസിയിലെ അവർ വിളിച്ച് പറയണത് അവിടെ ഒരു മെൻ്റൽ പ്രോബ്ലം ഉള്ളൊരു സ്ത്രീ ഉണ്ട്, ആ സ്ത്രീ പറയണ ഒരു കാര്യവും നിങ്ങൾ കേൾക്കരുത്. അവള് നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞാൽ നിങ്ങൾ നന്നായിട്ട് നിങ്ങൾ തിരിച്ചങ്ങ് പറഞ്ഞുകൊള്ളണം. കാരണം നിങ്ങൾക്ക് ശമ്പളം തരണം ഞാനാണ്, ആ സ്ത്രീ അല്ല തരണത്. അവൾ പറഞ്ഞ ഒരു കാര്യവും നിങ്ങൾ കേൾക്കാൻ പാടില്ല. ഞാനിവിടെ ആർക്കൊരു ഫോൺ ചെയ്യുമോ ആ ഫോൺ അതേപടി ഇവർ റെക്കോർഡ് ചെയ്ത് എടുത്തിട്ട് ഇത്ര മണിക്ക് ഞാൻ ഇന്നാരെ വിളിച്ച്, ഞാൻ ആകെ വിളിക്കുന്നത് എൻ്റെ 2 നാത്തൂന്മാരുണ്ട്, അവരെ ചിലപ്പോൾ വിളിക്കും. അവരെ വിളിച്ചാൽ അമ്മൂമ്മ പരാതി പറയാറുണ്ട്. അവരെ വിളിച്ച് ഞാൻ പറയും എനിക്ക് ആരുമില്ല, എൻ്റെ ഭർത്താവ് പോയപ്പോൾ എനിക്ക് ആരുമില്ല, എന്നെ നോക്കാൻ ആരുമില്ല, ഒരു ഫോൺ കോൾ ചെയ്യാൻ ആരുമില്ല. സിന്ധു എന്നെ ബ്ലോക്ക് ചെയ്ത് വെച്ച്, എൻ്റെ ഇളയ മോള് സിമി എന്നെ ബ്ലോക്ക് ചെയ്ത് വെച്ച്, സിമിക്ക് വേണ്ടിയാണ് എൻ്റെ ചെന്നൈയിലെ വീട് സഹിതം വിറ്റ് കൊടുത്ത് സിമിക്ക് വേണ്ടിയിട്ട്, അതും പോയി. എനിക്ക് നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചാൽ ഈ അമ്മ എനിക്ക് ആരുമില്ല എന്ന് പറയുന്ന ആ ഒരു പോർഷൻ എത്തുമ്പോഴേക്ക് അവരുടെ ഇമോഷണൽ സാധനം ഒന്ന് ഷിഫ്റ്റ് ആവുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അതുവരെ അവരിങ്ങനെ ഇരുന്ന് പറഞ്ഞു ഞാൻ കളിയാക്കിയതല്ല, അങ്ങനെ പെട്ടെന്ന് ഒരു ഷിഫ്റ്റ് ആവുന്ന ഒരു സാധനമുണ്ട്. ഇതാണ് ഈ വയസ്സായി തുടങ്ങിയതിന്റെ, അല്ലെങ്കിൽ പ്രായമായി അവർക്കത് മെന്റലി അഫക്ട് എന്ന് പറയുമ്പോൾ അവർക്ക് ഭ്രാന്തായതൊന്നല്ല ഉദ്ദേശിച്ചത്. വയസ്സാവുമ്പോൾ അല്ലെങ്കിൽ കുട്ടികളായിരിക്കുന്ന സമയത്ത് അവരൊരു മെന്റൽ സ്റ്റേറ്റ് ഉണ്ടല്ലോ, വയസ്സായി കഴിയുമ്പോൾ അല്ലെങ്കിൽ വയസ്സാവുമ്പോൾ എല്ലാ ശരീരത്തിലും മൊത്തം ബ്രെയിൻ ഉൾപ്പെടെ വരുന്ന മാറ്റങ്ങൾ കുറച്ച് കാര്യങ്ങളുണ്ട്. അതിൽ വന്ന ഒരു ഇമോഷണൽ അൺബാലൻസ്ഡ് ആയിട്ടുള്ള കുറെ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിന്റെ ഒരു എവിഡന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പൊ ഈ കണ്ടത്. ഇനിയും ഇടക്കിടക്കുള്ള വീഡിയോയിൽ ഇവർ ഇതേ കാര്യം പറയുമ്പോൾ ഇവർ പെട്ടെന്ന് ഇതിലേക്കൊന്ന് ഷിഫ്റ്റ് ആയി പോകുന്നുണ്ട്. അവര് കരയുന്ന, സങ്കടത്തോട് കരയുന്ന, ഇതെല്ലാം ഇമോഷണലി ഇങ്ങനെ മാറി ചേഞ്ച് ചെയ്ത് വന്നുകൊണ്ടിരിക്കുക അവരുടെ മൈൻഡിൽ. പിന്നെ ഈ ഹോം നേഴ്സിന്റെ കേസ്, അത് സിന്ധു കൃഷ്ണ അല്ലെങ്കിൽ ഇവരെല്ലാവരും ആദ്യം പറഞ്ഞൊരു വേർഷനിൽ ഹോം നേഴ്സ് ഇങ്ങനെ മാറി വന്ന് പോകുന്നു എന്നുള്ള രീതിയിൽ പറഞ്ഞപ്പോഴേക്ക് ഞാൻ ചിന്തിച്ചിരുന്നു ഈ അമ്മൂമ്മയുടെ വായിലാക്കൊണ്ടാണോ എന്നുള്ളത്. ഇപ്പൊ ഇവര് പറയുന്ന അമ്മൂമ്മ ഇത്രയും പ്രായമെങ്കിലും അവർക്ക് ഓർമ്മശക്തിക്ക് വലിയ കുറവൊന്നുമില്ല എന്നുണ്ട്. കറക്റ്റ് ആയിട്ടല്ല ഓർമ്മയുണ്ട്, എല്ലാം നല്ല കൃത്യമായിട്ട് എടുത്തിട്ട് പറയുന്നുണ്ട്. അവര് പറയുന്നത് വെച്ചാൽ ഇതുപോലെ തന്നെ ഏജൻസിക്കാരുടെ അടുത്ത് പറഞ്ഞപ്പോൾ ഇതുപോലെ മെന്റൽ ആയിട്ടുള്ള ഒരു ലേഡി ഉണ്ട്, അപ്പൊ അവര് അങ്ങനെ കാര്യമൊക്കെ ഉണ്ട്, എന്തെങ്കിലും പറഞ്ഞാൽ തിരിച്ചു പറഞ്ഞോളാനൊക്കെ പറയുമ്പോഴേക്കും അങ്ങനെ വന്ന് തിരിച്ചു പറയുന്ന ഹോം നേഴ്സുമാരൊക്കെ ഉണ്ട്. അത്ര അൺപ്രൊഫഷണൽ ആയിട്ടുള്ള, അത്ര വൃത്തികെട്ട ഹോം നേഴ്സുമാരൊക്കെ ഉണ്ടോ. അങ്ങനെയാണ് ഈ കേസ് കൊടുക്കണോട്ടോ അവര്. അത് ഞാൻ പറഞ്ഞേക്കാം. കാര്യം ഒരു വീട്ടിലൊരു പണിക്ക് വന്നേക്കുമ്പോ ആ വീട്ടിലാരെങ്കിലും വയ്യ എന്നുണ്ടെങ്കിൽ അവര് തെറി പറഞ്ഞാൽ തിരിച്ചു തെറി പറഞ്ഞാൽ അന്ത കുളിക്കാൻ നിൽക്കാൻ എന്തൊക്കെയാണ് ഇത്. എന്തോന്ന് അപ്പൂപ്പന്റെ മരണത്തിന് ശേഷം 4 ദിവസം കഴിഞ്ഞ് എന്തോ കാര്യങ്ങൾ എന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞത് ഈ പിന്നെ സഞ്ചാന്യത്തിൻ്റെ അന്ന് പിന്നെ ഇവർ അസ്ഥി ഒഴുക്കാൻ പോകുമ്പോൾ ഞാൻ പോകാമോ ഇല്ലയെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ ഞാൻ പറഞ്ഞെങ്കിൽ ഞാനും കൂടെ വരണം എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കിടാനായിട്ടൊരു ഡ്രസ്സൊക്കെ എടുക്കണമായിരുന്നു. പറഞ്ഞ് തീരുന്നതിന് മുമ്പ് സിന്ധു പോയി എൻ്റെ തുണികളിരുന്ന പെട്ടി പോയി തുറന്നു.
പെട്ടി പോയി തുറന്നിട്ട് ഇത് എനിക്ക് ഇഷ്ടപ്പെട്ട ചുരിദാർ, ഈ ചുരിദാറും ഇവിടെ ഇരിക്കണം, ഇത് എൻ്റെ ചുരിദാർ എനിക്ക് വേണം എന്നും പറഞ്ഞ് അതിലിരുന്ന് ഏറ്റവും നല്ലൊരു ചുരിദാർ അവളങ്ങെടുത്ത് അവളെപ്പോഴും എനിക്ക് തന്നതാണ്. അവൾ തന്ന തുണികളെ എനിക്കുള്ള, അല്ലാതെ ഞാൻ ചുരിദാർ തയ്ക്കാറില്ല, എനിക്ക് ചുരിദാർ തയ്ച്ചു തരാനും ആരുമില്ല. സിന്ധു തന്നിട്ടുള്ളത് തന്നെ. പക്ഷേ എങ്കിലും തന്ന തുണി അവൾ മരിച്ച് 4ൻ്റെ അന്ന് അവൾ ആ തുണിയെ തിരിച്ചെടുത്തുകൊണ്ട് പോയി. എൻ്റെ മോള് അവൾ തിരിച്ചെടുത്തുകൊണ്ട് പോയി അവളിടാണ്, എനിക്ക് തന്ന തുണി മക്കളെ നീ എടുക്കല്ലേടാ, നീ തന്നതല്ലേ, നീ എടുക്കല്ലേ എന്ന് പറഞ്ഞു. എന്നിട്ട് അവൾ കേട്ടില്ല, അവൾ എടുത്തുകൊണ്ട് പോയി. അത് എനിക്ക് ഇഷ്ടപ്പെട്ട തുണി, ഞാൻ അറിയാതെ കൊണ്ട് നിങ്ങളെ തുണികളെ കൂട്ടത്തിൽ വെച്ചതാണ്, ഇത് എനിക്ക് ഇഷ്ടപ്പെട്ട തുണിയാണ്. എന്നിട്ട് അമ്മൂമ്മയ്ക്ക് തേക്കാനുള്ള തുണി എടുത്ത് എന്തൊക്കെ പറഞ്ഞു? ഞാൻ കുറേ തുണികളെല്ലാം കൂടെ വാരി ഒരു കവറിലിട്ട് ഇവിടെ നിന്ന് ഹോം നഴ്സ് പയ്യൻ്റെ കൊടുത്തിട്ട് തേക്കാൻ കൊടുത്തേച്ച ഒരു തുണി പോലും എനിക്ക് തിരിച്ചു തന്നില്ല. ഞാൻ ആ തുണികൾ അതിൻ്റെ ഫോട്ടോ എടുത്ത് വെച്ചിട്ടാണ് ഞാൻ തുണികൾ കൊടുത്തത്. ഇപ്പം ഞാൻ തുണി നോക്കുന്ന തുണിയില്ല. എന്നിട്ട് ആ ഹോം നഴ്സ് പയ്യനെ വിളിച്ച് ഞാൻ ചോദിച്ചേടാ മോനെ, അന്ന് ഞാൻ 10-12 ചുരിദാറുകൾ എടുത്ത് തേക്കാൻ തന്നാലടാ, ആ ഒരു തുണി ഇവിടെ എത്തിയിട്ടില്ല. അപ്പോൾ എനിക്കറിയില്ല എന്നായി. അത് കൊടുത്തിട്ട് ആ തുണി എനിക്ക് തിരിച്ച് കിട്ടിയില്ല. കാരണം അണ്ണാച്ചി തുണി തേച്ചാൽ ഇവരെ വീട്ടിലാണ് കൊടുക്കുന്നത്, സിന്ധുവിൻ്റെ വീട്ടിലാണ് കൊടുക്കുന്നത്. അത് അവനെടുത്ത് മാറ്റിക്കളഞ്ഞു. എനിക്ക് ഓർമ്മയില്ലാത്തതുകൊണ്ട് ഞാൻ ചോദിച്ചില്ല. എനിക്ക് കൊടുക്കാൻ ഒരു തുണി വാങ്ങിത്തരാൻ ആരുമില്ല. എൻ്റെ തുണി അവൾ വാങ്ങിത്തന്ന തുണിയും ഞാൻ വാങ്ങിച്ചതും. എപ്പോഴും ഞാൻ ഒരിക്കൽ നർമ്മദയിൽ പോയി ഒരു 3-4 തുണി വാങ്ങിച്ചു. ആ തുണി എല്ലാം ഉണ്ടായിരുന്നു, അതെല്ലാം അവളങ്ങ് തിരിച്ചെടുത്ത്. ഞാനിപ്പോൾ നോക്കിയപ്പോൾ എൻ്റെ വീട്ടിൽ ആ തുണിയില്ല. അതുകൊണ്ട് നമ്മൾ പോയി അതിനും തുണി എടുക്കേണ്ടി വന്നു. അങ്ങനെ ഇപ്പോൾ എൻ്റെ കൊച്ചു വന്നിട്ട് പറഞ്ഞ് അമ്മയ്ക്ക് തുണി ഇല്ലെങ്കിൽ ഞാൻ വാങ്ങിത്തരാം എന്ന് പറഞ്ഞ് പോയി. എനിക്കൊരു 5 ചുരിദാറിൻ്റെ തുണി വാങ്ങിച്ച് അവൾ തയ്ക്കാൻ. അയ്യേ ഇത് ഇവര് പറയുന്ന എല്ലാ കാര്യവും 100% തൊണ്ടാടാതെ വിടുങ്ങണമെന്നൊന്നും ഞാൻ പറയില്ല. ഞാൻ പറഞ്ഞില്ലേ, പ്രായമായതിന്റെ ഒരു ബുദ്ധിമുട്ടുകൾ, അതിന്റെ ഒരു സംസാരങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ ഇതിനെ തന്വി എൻഡോസ് ചെയ്യുന്നുണ്ട് കൃത്യമായിട്ട്. എന്നിട്ട് ഞാൻ തുണി വാങ്ങിച്ച് തന്നില്ലേ എന്നുള്ളൂ ഉൾപ്പെടെ. സിന്ധു കൃഷ്ണ അവരുടെ വീട്ടിൽ കയറി ഉള്ള തുണി എടുത്തുകൊണ്ട് പോയി. ബാക്കി അവര് എന്താ പറയാ, തേക്കാൻ കൊടുത്ത തുണി അതും അടിച്ചു മാറ്റി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. മോശമാണ്. അങ്ങനെയൊക്കെ ചെയ്യാം. അവർ അത്ര ഗതികെട്ട ആൾക്കാരാണ്. എനിക്കത് അങ്ങോട്ട് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഇവര് അമ്മൂമ്മയുടെ ഡ്രസ്സുകൾ വരെ എടുത്തുകൊണ്ട് പോകാന്ന് വെച്ചാൽ അത്രയും ക്രൂരതകളൊക്കെ ചെയ്ത് ഇവരെ മറ്റേ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ലേഡിയാണ് ഈ KK ഫാമിലി എന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. ഇത് ഈ ഒരു കാര്യത്തിൽ എനിക്ക് ചെറിയൊരു ഡൗട്ട് ഉണ്ട്. പിന്നെ ഇതിന് മുമ്പായിട്ട് ഇവര് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു നോക്കുന്നുണ്ട്. ഇവര് ഈ അപ്പൂപ്പൻ മരിച്ചു കിടന്ന സമയത്ത് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ഹോം നേഴ്സിന്റെ ആഹാരം കൊടുത്തു വിടും. എന്നിട്ട് പറയും ഇത് അമ്മൂമ്മ അടുത്ത് പറയണം, ഇത് അപ്പൂപ്പന് വാങ്ങിച്ചു കൊടുത്താലും കൊടുക്കരുത്, അങ്ങനെ ഇങ്ങനെയൊക്കെ പറയണം എന്നൊക്കെ പറഞ്ഞ് ഏൽപ്പിച്ചു. അത് ഈ ഹോം നേഴ്സ് പയ്യൻ വന്നിട്ട് പറയാറുണ്ടെന്നൊക്കെയാണ് ഈ അമ്മൂമ്മ പറയണത്. അതൊന്നും എനിക്ക് അത്രത്തോളം അങ്ങോട്ട് സ്ട്രെസ്ഫുൾ ആവുന്നില്ല. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ കുറെയൊക്കെ ഇമാജിനറി ആയിട്ട് കുറെ സാധനങ്ങൾ വരും ഇങ്ങനെ ഏജ് ആയി കഴിയുമ്പോൾ ഇവരുടെ മനസ്സിൽ. നമ്മളിതൊക്കെ കണ്ടിട്ടുള്ളത് നമ്മുടെയൊക്കെ വല്യമ്മമാരുടെ അടുത്തുനിന്നും ഉമ്മമാരുടെ അടുത്തുനിന്നൊക്കെ ആയിട്ട്. ഉമ്മമാരല്ല, ഉമ്മമാരുടെ അടുത്തുനിന്ന്. എനിവേ ഇതിപ്പോ നാറ്റക്കേസായി നാറി ഇടങ്ങേറായിക്കൊണ്ടിരിക്കുന്നുണ്ട്. എൻ്റെ ഭർത്താവിൻ്റെ കൂടെ പറയും, ഡാഡി ആ സ്ത്രീ ആ വൃത്തികെട്ട സ്ത്രീ ചത്തെങ്കിൽ ഞാൻ ഡാഡിയെ എൻ്റെ വീട്ടിൽ കൊണ്ട് നിർത്തിയാണ്. ആ സ്ത്രീ അങ്ങ് ചത്താൽ മതിയായിരുന്നു ഡാഡി, ആ സ്ത്രീ ചാവയില്ലല്ലോ എന്ന് എപ്പോഴും പറയുമായിരുന്നു. അവർ വന്ന് എന്നോട് പറയടി, ഒരു മോള് പറയണ വാചകമാണ് ഇതാണ് എൻ്റെ മോള് പറയണത്. അവൾ എൻ്റെ മോളല്ല, അവള് നമ്മളെ മോളല്ല. അവള് ഇത്രയും ഭീകരതയുള്ള ഒരു സ്ത്രീയാണ് അവള്. പിന്നെ അവർ പിന്നെ മിണ്ടാതിരുന്നത് എന്തെന്ന് വെച്ചാൽ അവരെ ആശുപത്രി കൊണ്ടുപോയി എടുക്കുക ചെയ്യണതുകൊണ്ട് അവർ മിണ്ടാതിരുന്ന്. വീട്ടിൽ ആര് കയറി വന്നാലും അവരോടെയൊക്കെ പറയുമായിരുന്നു. ഈ ഹോം നഴ്സിനെ നിർത്തി തന്നെ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ മോളെന്ന് വെച്ചാൽ ഇത്രയും വഞ്ചകിയായ ഒരു സ്ത്രീകൾ ലോകത്തുണ്ടാവില്ല. അവൾ എനിക്കിപ്പോൾ ഈ മരുന്ന് വാങ്ങിത്തരണത് അവർ കഷ്ടപ്പെട്ട് ഇവരെന്ന് ഇംഗ്ലീഷുകാരായിട്ട് ഇംഗ്ലീഷ് സംസാരിച്ചുകൊണ്ട് നടക്കില്ലേ. എങ്ങനെ ഇംഗ്ലീഷുകാരായത്? എൻ്റെ ഭർത്താവ് കഷ്ടപ്പെട്ട് അവരെ ഊട്ടിയിൽ കുട്ടപ്പേട്ട് പബ്ലിക് സ്കൂളിലാക്കി പഠിപ്പിച്ചതിന്റെ പേരിലാണ് അവരിപ്പോ ഇംഗ്ലീഷുകാരായിട്ട് ഇംഗ്ലീഷ് പ്രസംഗിച്ചോണ്ട് നടക്കണം. ഇംഗ്ലീഷ് എന്നിട്ട് അമ്മ ആരും ഇല്ല എന്ന് പറഞ്ഞു. അമ്മൂമ്മയുടെ ചെലവിന് ഇപ്പൊ ആരെങ്കിലും തരുന്നുണ്ടോ? ഇപ്പൊ മെനിങ്ങാന്ന് എൻ്റെ അനിയത്തിൻ്റെ മോൻ, കാരണം ഞാൻ ഇട്ടയക്കുന്ന പൈസക്ക് പലിശ കിട്ടുന്നത് എനിക്ക് 18 രൂപ എനിക്ക് കിട്ടും. അറിയാത്ത അമ്മ, എനിക്ക് അറിഞ്ഞാൽ അവർ പറയും അവരെയാണെന്ന്. അമ്മക്ക് അറിയാതെ സംസാരിക്കും. 24 രൂപ കൊടുക്കണം, വീട്ടോട് ഒരു ജോലിക്കാരിയെ വയ്ക്കുന്നു. പിന്നെ എനിക്ക് ചെലവില്ലേ, എനിക്ക് മരുന്ന് വേണ്ടേ, അതിനെന്റെ പൈസ ഇല്ല. അങ്ങനെ ഞാൻ മെനിങ്ങാന്ന് എൻ്റെ അനിയത്തിൻ്റെ മോനെ വിളിച്ചിട്ട് ഞാൻ അമ്മമ്മയ്ക്ക് കാല് നീട്ടി ഇടാതെ ഒഴിക്കാൻ പോലും പറ്റില്ല, കാല് മൊത്തം നീരാ. ഇത് കള്ളം പറയേണ്ട ആവശ്യം പോലും ഇല്ല. എൻ്റെ അനിയത്തിൻ്റെ മോനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, മക്കളെ നീ നിന്റെ ചേച്ചിമാരെ വിളിച്ചിട്ട് പറ, മൂത്തമ്മയ്ക്ക് 2 പേരും കൂടെ എന്തെങ്കിലും ഒരു 12 രൂപ എടുത്താലും 2 പേരും കൂടെ ഒരു 20, സിന്ധുവിൻ്റെയും സിമീൻ്റെയും കൂടെ ഒരു 25 രൂപ അമ്മമ്മയ്ക്ക് തരാൻ പറ മക്കളെ, എങ്കിൽ എനിക്ക് വീട്ടോടെ നിൽക്കണം. ഇതില് തുടങ്ങിയത് എവിടെന്നാ? ഇവരുടെ ഭർത്താവിന്റെ അടുത്ത് സിന്ധു കൃഷ്ണ പറഞ്ഞ കുറെ കാര്യങ്ങള്, ആ ഒരു പുള്ളിക്കാരി സ്വന്തം അച്ഛന്റെ അടുത്ത് അമ്മേനെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറയുമോ? അതൊക്കെയാണ് ഞാൻ ആലോചിക്കണ കാര്യം. അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ അച്ഛനെ പിന്നെ അങ്ങോട്ട് പോകത്തില്ലല്ലോ. എൻഡ് ഓഫ് ദ ഡേ മക്കള് വലുത് തന്നെയാണ്. പക്ഷെ ഭാര്യമാർന്ന് പറഞ്ഞാൽ ഇത്രയും വർഷം ഒരുമിച്ച് ജീവിച്ച ഭാര്യ ഭർത്താവെന്ന് പറഞ്ഞാൽ അവർക്കും ഇതിനേക്കാൾ കൂടുതലൊരു അങ്ങോട്ടുള്ളൊരു കണക്ഷൻ ഉണ്ടാവുമല്ലോ. ഇതൊക്കെയാണ് എനിക്ക് കൺഫ്യൂഷനായി പോകുന്നത് ഈ ഒരു വിഷയത്തിൽ. വന്നിരുന്ന് പറഞ്ഞ തൻവി ഇതിനെല്ലാം കൃത്യമായിട്ട് എൻഡോസ് ചെയ്യുക, തൻവി ചോദിച്ച് ഓരോന്ന് പറയിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. എന്താ പറയാ, ഇതെല്ലാം ഇവരെ കൊണ്ട് പറയിപ്പിച്ച പോലെ എനിക്ക് തോന്നിയത്. പക്ഷെ പറഞ്ഞ് പുറത്തു വന്ന കാര്യങ്ങളൊക്കെ വളരെ മോശമായിട്ടുള്ളതെന്ന് വെച്ചാൽ, നമ്മളൊക്കെ ഇത്ര നാള് വീഡിയോസ് കണ്ടുകൊണ്ടിരുന്നപ്പോ ഇവരുടെ വീഡിയോ കണ്ടപ്പോഴേക്കും പല കാര്യത്തിൽ ഏറിപ്പോയെങ്കിലും ഇത്രയും ഒരു ലോ ലെവലിലേക്ക് താന്നു പോയി എന്നുള്ളതൊന്നും നമ്മൾ ചിന്തിക്കുന്നുണ്ട്. താന്നു പോയി എന്നല്ല പറഞ്ഞേ. ഇപ്പൊ ഇവരുടെ ഒരു വേർഷൻ, തൻവിയുടെയും ഈ അമ്മൂമ്മയുടെ ഒരു വേർഷൻ വരുന്നത് ഇങ്ങനെയാണ്.
ഇത്രയൊന്നും നമ്മളാരും വിചാരിച്ചിട്ടില്ല. ഇതിപ്പോ വളരെ മോശം അവസ്ഥയിലായിരിക്കും. ഇനി ഉറപ്പായിട്ട് അപ്പുറത്തുനിന്ന് ഒരു വീഡിയോ വരും. ഈ വീഡിയോ ഡിലീറ്റ് ചെയ്യിപ്പിച്ചെങ്കിലും എല്ലാ റിയാക്ഷൻ വീഡിയോ ചെയ്യണവരെല്ലാരും എടുത്തിട്ട് സാധനം ചെയ്യുന്നുണ്ട്. സോ എന്തായാലും ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് വീണ്ടും ഒരു സാധനം വരും. ഇതിനെയൊക്കെ കവറപ്പ് ചെയ്യുന്ന രീതിയിൽ ഒരു സാധനം വരും. പിന്നെ അതിന്റെ പ്രൊവോക്കേഷനിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയാവും. അതല്ലെന്ന് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവര് സ്ഥിരം പരിപാടി ഉണ്ട് KK ഫാമിലിയുടെ. ഞങ്ങൾക്കെതിരെ വീഡിയോ ചെയ്യാൻ പാടില്ല, അപ്പൊ കേസ് കൊടുക്കും. എന്നിട്ട് എന്റെ അടക്കമുള്ള എല്ലാ റിയാക്ഷൻ വീഡിയോ കാണുന്നവരുടെ ഇൻബോക്സിൽ വന്നിട്ട് മെസ്സേജ് ആയിരിക്കും കുടുംബങ്ങൾ മൊത്തം. എന്താണ് നിങ്ങൾ തന്നെ പബ്ലിക്കിൽ ഇട്ട് നിങ്ങൾ തന്നെ നാട്ടിച്ച സാധനങ്ങൾ നമുക്ക് പറയാനുള്ള അവകാശമൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ യൂട്യൂബിൽ ഇടണ്ട, വേറെ എല്ലായിടത്തും കൊണ്ടുവരും. അതുകൊണ്ടാണിത്. എന്തായാലും ഇങ്ങനെയൊന്നും അല്ല ജീവിതം, ഇങ്ങനെയൊന്നും ജീവിക്കരുത്. റിയൽ ലൈഫ് ആൻഡ് റിയൽ ലൈഫ് ഈസ് ടോട്ടലി ഡിഫറെന്റ്. ഞാൻ അഗെയിൻ ഇവിടെ എടുത്ത് പറയണം ഒന്നുകൂടി. അതായത് നമ്മൾ ഈ റീലിലും വീഡിയോയിലും കാണുന്ന വ്ളോഗേഴ്സും മറ്റവരുടെ ഫാമിലി വ്ളോഗേഴ്സിലൊക്കെ ലൈഫ് അല്ല റിയൽ. അവരുടെ ലൈഫ് ടോട്ടലി ഡിഫറെന്റ് ആയിരിക്കും. അത് ആദ്യം മനസ്സിലാക്കാം ഈ വീഡിയോ കാണുന്നവര്. അപ്പൊ ഇവരെ റീലിൽ കാണുന്ന ലൈഫ് എടുത്ത് സ്വന്തം ജീവിതത്തിലേക്ക് പ്രാവർത്തികമാക്കാൻ ഒരിക്കലും നോക്കരുത്. നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെ പേഴ്സണൽ ലൈഫ് ഉണ്ട്, അത് അങ്ങനെ ജീവിച്ചു പോവാം. വീഡിയോസ് അല്ലെങ്കിൽ യൂട്യൂബിൽ ഇതുപോലത്തെ ബ്ലോഗ്സ് കാണുന്നത് ഒരു എന്റർടൈൻമെന്റ് പർപ്പസിന് വേണ്ടി മാത്രം കാണുക, വീട്ടുക.